സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നോക്കുമ്പോൾ എല്ലാവരും വയസ്സ് നമ്മുടെ അടുത്ത് വരുന്നു. നോക്കണ ഡപ്പ ഫുള്ള് കാലേക്ക് കിടക്കുന്ന ഗൈസ് ഫുഡിൻ്റെ ഒക്കെ. അപ്പോൾ പിന്നെ നമുക്കൊന്നും നോക്കാനില്ലല്ലോ, ടെൻഷനായിക്കൊണ്ട് നമ്മൾ നേരെ പാലക്കാടിക്ക് വിട്ടു കേട്ടാ. എൻ്റെ ഗതികോടെ ഉണ്ടാവണം, എല്ലാം എൻ്റെ ഭാഗ്യക്കാട് ഉണ്ടാണെന്ന് അറിയില്ല. എപ്പോൾ പുറത്തിറങ്ങി നല്ല മഴയാണ് കേട്ടാ. അങ്ങനെ ഈ ചെക്കൻ പിടിച്ച് വലിച്ചപ്പോൾ നോക്കിയ ചെക്കൻ എക്സ്പ്രഷൻ, അയ്യോ ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചിലർ. അങ്ങനെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നമ്മൾ നേരെ നമ്മുടെ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ടാ. ഇന്ദിര വെച്ച് നമ്മൾ കേബിൾ നേരെ കൊടുത്തില്ല, റീപ്ലേസ് ചെയ്യുമ്പോൾ അവർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോയാൽ വാങ്ങി നേരെ നമ്മൾ നമ്മുടെ കൊറിക്കടയിൽ എത്തിയാൽ സാധാരണ വാങ്ങാറുള്ള 100 ഗ്രാംസിന്റെ പാക്കറ്റ് ആട്ടാ. ഇപ്രാവശ്യം 300 ഗ്രാംസിന്റെ വലിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ അവിടെ പുതിയ ഹാംസ്റ്റർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മരം എടുക്കണ വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടാൽ മതി കേട്ടോ. നമ്മളെ വൈകാതെ തന്നെ എടുക്കുന്നതായിരിക്കും. അതൊക്കെ നമ്മൾ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ വീടെത്തിയിട്ട് നമ്മൾ മരൊക്കെ നോക്കണ എല്ലാവരും അത്യാവശ്യം നല്ല സ്ലീപ്പിലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇട്ട് കൊടുക്കണ വേണ്ടിയെന്ന് ആലോചിച്ച് കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ നേരെ കുറച്ച് തീറ്റ എടുത്തിട്ട് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ കുറച്ച് വെള്ളത്തിൽ ഇത് കുതിരാൻ വേണ്ടി ഇട്ടിട്ടാ. അത് കുതിരുന്ന സമയം കൊണ്ട് നമ്മൾ എന്തായാലും കുറച്ച് ആർട്ടിമി എടുത്തിട്ട് നമ്മുടെ ഗപ്പീസിനും ബാക്കിയുള്ള ഫിഷസിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പെല്ലറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് സോക്കായി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഗുലാബ് ജാം പോലെ കിടക്കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് നമ്മുടെ ടാങ്കിൽ ഫുൾ ഒഴിച്ചു കൊടുത്തിട്ട് നോ റെസ്പോൺസ്. സംഭവം എന്താ വെച്ചാൽ അമ്മമാർ സ്ലീപ്പിലല്ലേ, അമ്മമാർ കുറച്ചെണ്ണം വന്നിങ്ങനെ എടുക്കാന്നല്ലാണ്ട് നമ്മുടെ ഓസ്കർ മൈൻഡ് ആക്കണ കൂടിയില്ല കേട്ടോ. അപ്പം എന്തൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.